എൻ്റെ ലൈഫിൽ എന്നെ സ്വാധീനിച്ച് അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് എന്നെ ടച്ച് ചെയ്തിട്ടുള്ള ഒരു ഇതെന്ന് പറയുന്നത് വേറൊരു ഒരു കൈൻഡ് ഓഫ് ഇമോഷൻ. പക്ഷെ എന്നെ ഭയങ്കരമായിട്ട് അതിലും ടച്ച് ചെയ്തൊരു ഒരു നോവലാണ് പേളസ് ബക്ക എന്ന് പറഞ്ഞു, ലെറ്റർ ഫ്രം പീക്കിംഗ് എന്ന് പറയുന്ന ഒരു നോവല്. ആക്ച്വലി അതിനകത്തൊരു ചൈനീസുകാരനെ കല്യാണം കഴിച്ച ഒരു അമേരിക്കക്കാരി. അവര് ഹോങ്കോങ്ങിലായിരുന്നു താമസിച്ചിരുന്നത്. അത് കഴിഞ്ഞിട്ട് അവിടെ ഒരു ചൈനീസ് കമ്മ്യൂണിസ്റ്റ് അപ്രൈസിങ് ഉണ്ടായ സമയത്ത് അവിടെ ഒരു കുട്ടിയുണ്ടായി. കൈക്കുഞ്ഞുമായിട്ട് ആദ്യം വൈഫിനെയും കൊച്ചിനെയും US വിട്ടു. അവിടെ വെർമൗണ്ടിലോ അങ്ങനെ എന്തൊരു സ്ഥലത്ത് വന്നിട്ട് പുള്ളിക്കാരത് താമസിക്കുന്നു. അപ്പോൾ ഹസ്ബൻഡ് ഹോങ്കോങ്ങിലും. അപ്പോൾ ഈ ചൈനീസ് അപ്രൈസിങ് അങ്ങനത്തെ ഒക്കെ നടക്കുന്നതുകൊണ്ട് ഭയങ്കരമായിട്ടും സെൻസറിങ് ഉണ്ട്. അങ്ങനെ ലെറ്ററുകളൊന്നും പെട്ടെന്ന് അങ്ങനെ ഈ എളുപ്പത്തിൽ അയക്കാൻ പറ്റത്തില്ല. ഒരു പ്രത്യേക രീതിയിലേക്കാണ് പുള്ളി അത് അവിടെ നിന്ന് ഇങ്ങോട്ട് സെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ വെർമൗണ്ടിലുള്ള വൈഫിൻ്റെ ഒരു ജീവിതമുണ്ട്. ഭർത്താവിനെ ഓർത്ത് ഭർത്താവിൻ്റെ ലെറ്റർ കാത്ത് ജീവിക്കുന്ന ഒരു ലൈഫിൻ്റെ ഒരു പോർട്രയലുണ്ട്. ഒരു രക്ഷയില്ല. നമുക്കിങ്ങനെ അത് വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക്, ഞാൻ അമേരിക്കയോ വെർമൗണ്ടോ ഒന്നും കണ്ടിട്ടില്ല, പക്ഷെ നമ്മുടെ മനസ്സിലേക്ക് ആ വിഷ്വൽ കയറി വരും. ആൻഡ് ടുവേർഡ്സ് ദ എൻഡ് ആകുമ്പോൾ പുള്ളി വരാനായിട്ട് പ്ലാൻ ചെയ്ത് നിൽക്കുമ്പോഴാണ് പുള്ളി അവിടെ കൊല ചെയ്യപ്പെടുകയാണ്. അങ്ങനെ പുള്ളിക്കാരത്തി ഒരിക്കലും ഹസ്ബൻഡിനെ കാണുന്നില്ല. അങ്ങനെ ഒരു കൈൻഡ് ഓഫ് ക്ലൈമാക്സ്. ഇറ്റ് വാസ് റിയലി ടച്ചിങ്. എനിക്ക് അതിനെ ഏറ്റവും ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപക്ഷെ ഞാൻ ഈ സിനിമയിലേക്കൊക്കെ വരാൻ തന്നെ കാരണം ഈ ഇമാജിനേഷൻ ആയിരിക്കും. കാരണം എനിക്ക് ആ നോവലിനകത്തൂടെ ആ ഫുൾ എനിക്ക് തോന്നുന്നു എലിസബത്ത് എന്നെന്തുമായിരുന്നു ആ ക്യാരക്ടറിൻ്റെ പേര്. ആ എലിസബത്തിൻ്റെ ആ ഒരു ലൈഫും ആ ഒരു വീടും ആ ഒരു മേപ്പിൾ ട്രീ ഇതെല്ലാം ഭയങ്കരമായിട്ട് നമ്മുടെ മനസ്സിലേക്ക് ഫീഡ് ചെയ്ത് കയറ്റിയിരുന്നു. അത്ര നല്ല രീതിയിലായിരുന്നു അതിൻ്റെ ഒരു റൈറ്റിങ്. ആൻഡ് ഇത്രയും ടച്ച് ചെയ്തിട്ടുള്ള ഒരു നോവൽ ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ വേറെ വായിച്ചിട്ടില്ല.